നമസ്കാരം. എൻട്രാക്കളുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പരാമർശിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതായത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഒരുവിധം എല്ലാ ജാതിയിലും മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിഷയത്തിനോടായിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോകൾ എങ്ങനെയാണെന്നുള്ളത്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ പുരാണങ്ങള്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങള്, അതുപോലെ പള്ളികള്, ഇവയോടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരിക്കും. പിന്നെ രണ്ട് വീഡിയോകൾ നമ്മൾ ചരിത്രവുമായിട്ട് ബന്ധമുള്ളതായിരിക്കും. ആ രണ്ട് വീഡിയോകൾ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധികാരികമായിട്ടുള്ള ഒതന്റിക് ഇൻഫർമേഷൻസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സുകളിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ മാത്രമേ അതിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. പിന്നെ ട്രാവൽ വീഡിയോകൾ, നമ്മൾ യാത്ര ചെയ്യുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നു. ഫെസ്റ്റിവലിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ഉണ്ടായിരിക്കും. ഇത് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചില വീഡിയോസിന് വളരെ വ്യൂസ് കുറവാറുണ്ട്. വ്യൂസ് കുറഞ്ഞാലും നമ്മൾ അത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ ചാനലിന് ഒരു എയിം ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിൽ ജാതിയും മതവും ഒന്നും കടന്നു വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട വീഡിയോ ഏതാണെന്ന് വെച്ചാൽ അത് കാണുക. അപ്പൊ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും സബ്ജക്റ്റിലുള്ള ഒരു വീഡിയോ വരികയാണെന്നുണ്ടെങ്കിൽ ദയവ് ഇത് അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ കാണണ്ട. അപ്പൊ തുടർന്ന് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ രണ്ട് വീഡിയോ ഓൾറെഡി നമ്മൾ പുരാണങ്ങളോട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ഈ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് അതിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ചെമ്പ്ര എഴുത്തച്ഛന്മാരെ കുറിച്ചിട്ട്, ചെമ്പ്ര എഴുത്തച്ഛൻ എന്ന ജാതിയെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ചെമ്പ്ര എഴുത്തച്ഛന്മാർക്ക് വളരെയധികം, അവര് മന്ത്രവാദത്തില് വളരെയധികം പ്രശസ്തി ഉള്ളവരാണ്. ഈ ചെമ്പ്ര എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലുണ്ടായ പണ്ടത്തെ വള്ളുവനാട് താലൂക്കിലെ ഇപ്പോഴത്തെ പട്ടാമ്പി താലൂക്കിൽപ്പെട്ട, അതായത് പള്ളിപ്പുറത്തിനും അതുപോലെ തന്നെ തിരുവേഗപ്പുറക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ചെമ്പ്ര. ഇവിടെ ആയിരുന്നു എഴുത്തച്ഛന്മാരുടെ തുടക്കം, ഇവിടെ കേരളത്തിലേക്ക് വന്ന സമയത്ത്. അപ്പൊ ഇവർക്ക് എഴുത്തച്ഛൻ എന്നുള്ള ആ പട്ടം കൊടുക്കുന്നത് അമ്പാട്ടി കോവിലത്തെ മൂത്ത തമ്പുരാട്ടിയാണ്. അവരാണ് ഈ ടൈറ്റിൽ കൊടുക്കുന്നത്. അപ്പോ അവര് എഴുത്തച്ഛൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ പലരും വിചാരിക്കാറുണ്ട് അതൊരു ജാതിയാണ്. യഥാർത്ഥ ജാതി പേരല്ല. ഇപ്പൊ തെക്കു ഭാഗത്തൊക്കെ ആശാൻ എന്നാണ് വിളിക്കുക, ഗുരു എന്ന പദം ഉള്ളത് കൊണ്ട്. അതുപോലെ തന്നെ വേറെയും പദങ്ങളുണ്ട്. നമ്മള് ആദാതാവ്, അന്നദാതാവ്, ഉപദേതാവ്, അതുപോലെ വിദ്യാദാതാവ്, ദയത്രാദാവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ വാക്കുകളുണ്ട്. ഇതൊക്കെ ഗുരുവിന് അല്ലെങ്കിൽ നമുക്ക് സംപൂജ്യനായ ഒരു വ്യക്തി അങ്ങനെയുള്ള രീതിയിലുള്ളതാണ് ആ ഒരു പട്ടം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ വന്ന ആൾക്കാരൊക്കെ പിന്നീട് എഴുത്തച്ഛന്മാരായിട്ട് മാറി. യഥാർത്ഥത്തില് ഇവര് എഴുത്തച്ഛൻ എന്നുള്ള ഇതിലെല്ലാവരും ചക്കാലക്കൽ എന്ന രീതിയിലാണ് ശങ്കുണ്ണിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ചക്കാലിക്കൽ എന്ന ജാതിയുടെ ആ ഒരു ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോ അതിലേക്ക് വരുന്നില്ല, നമ്മൾ ആ പുരാണങ്ങളോട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് യുക്തിയും ശാസ്ത്രവും ഒക്കെ ഉള്ള ഒരു കാലമാണ്. അപ്പൊ ഈ കാലത്ത് ഇങ്ങനത്തെ കഥകൾ നിങ്ങൾക്ക് ഓരോരുത്തർ ഓരോ രീതിയിൽ എടുക്കുക. കാരണം ഇപ്പോ ലോക എന്ന് പറഞ്ഞൊരു സിനിമ ഇങ്ങനെ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാനും കണ്ട പടം ഭയങ്കര ഒരു ഇതുള്ളതാണ്. ആ പടം വെച്ചാൽ ടെക്നിക്കൽ ടീമൊക്കെ ഉപയോഗിച്ച ഒരു പുതിയ ഒരു തീം. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെ? ആ പടങ്ങൾ മനോഹരമായ ഒരു എന്റർടൈനർ ആണ് ആ ഫിലിം. അതുപോലെ വിചാരിച്ചാൽ മതി ഇതില്. അപ്പൊ ഇതിലെ ഈ മാക്കു എഴുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തച്ഛൻ, അതായത് അദ്ദേഹമായിരുന്നു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മന്ത്രവാദി. ഇദ്ദേഹത്തിന്റെ മന്ത്രവാദത്തിനെ കുറിച്ച് വളരെയധികം പ്രശസ്തി ഉള്ളതാണ്. മന്ത്രവാദം ഇന്നത്തെ കാലത്ത് ഇപ്പൊ മെന്റലിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മന്ത്രവാദം എന്നല്ല അതിന്റെ പേര്. അതുപോലെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഹിപ്നോട്ടിസവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ വേറൊരു രൂപമാണ് ഈ മന്ത്രവാദം എന്ന് പറയുന്നത്. അപ്പൊ ഈ മന്ത്രവാദത്തിൽ ഇദ്ദേഹം വളരെ പ്രശസ്ത ഉണ്ടാവുമ്പോ അദ്ദേഹം എങ്ങനെയാണ് മന്ത്രവാദം പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇദ്ദേഹം മന്ത്രവാദം പഠിക്കുന്നത് കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് എല്ലാ വിദ്യകളും അഭ്യസിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ഇദ്ദേഹത്തിന് എന്റെ ഒരു കാര്യം പറയാം. എഴുത്തച്ഛന്മാർക്ക് പൊതുവെ അവരുടെ പരദേവത അല്ലെങ്കിൽ കുടുംബദേവത എന്നൊക്കെ പറയുന്നത് വേട്ടയ്ക്കൊരു മകനാണ്. പക്ഷെ എഴുത്തച്ഛൻ അതിൽ നിന്ന് വ്യത്യസ്തനാണ്. അദ്ദേഹം ഗണപതിയാണ് ആരാധിച്ചിരുന്നത്. അതായത് ഗണപതിക്ക് പതിവായിട്ട് അദ്ദേഹം പൂജ നടത്തിയിരുന്നു. കർക്കിടക മാസത്തില് 12 ദിവസവും അതുപോലെ മണ്ഡലകാലത്തില് 41 ദിവസവും അദ്ദേഹം ഗണപതി ഹോമം നടത്തിയിരുന്നു. വീട്ടിൽ തന്നെ അദ്ദേഹത്തിന് ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മന്ത്രവാദത്തിന്റെ കഥകളെ കുറിച്ച് പറയാനും കുറെ ഉണ്ട്. പക്ഷെ അതിൽ ചിലത് മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. ഈ പൊന്നാനിയില് ചൊവ്വാരത്ത് മനക്കില് ഒരു അന്തർജനം, അത് അവര് ആരോ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അവര് ഹനുമാനെ സേവിക്കാൻ തുടങ്ങി.
അങ്ങനെ ഹനുമാന്റെ സേവ ചെയ്യുമ്പോൾ ആ പൂജയിലുണ്ടായ ചില മിസ്റ്റേക്കുകൾ കാരണം ഇവർക്ക് എന്തോ ഒരു ബുദ്ധിഭ്രമം പിടിപെട്ടതുപോലെയും അസാധാരണമായിട്ട് ഇവർ പെരുമാറാൻ തുടങ്ങി. അപ്പൊ അവര് ഈ മരങ്ങളിലൊക്കെ തലകീഴായിട്ട് കിടക്കുക, പുരപ്പുറത്തൊക്കെ ചാടി കയറുക, വരുന്ന ആളുകളൊക്കെ അടിച്ചു ഓടിക്കുക, മന്ത്രവാദികളുടെ മുഖത്ത് തുപ്പുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അസാമാന്യ ശക്തിയെ ഒക്കെ കാണിക്കാൻ തുടങ്ങി. വലിയ വലിയ കല്ലുകൾ, ആർക്കും പൊക്കാൻ പറ്റാത്ത കല്ലുകളൊക്കെ പൊക്കി ഇവര് ആക്രോശിക്കുക, ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് എഴുത്തച്ഛനെ വിളിക്കുന്നത്. അങ്ങനെ എഴുത്തച്ഛൻ അവിടെ വരുമ്പോൾ അദ്ദേഹം ഒരു ചാർത്ത് എഴുതി കൊടുത്തു, വളരെ മന്ത്രവാദത്തിന് വേണ്ട സാധനങ്ങൾ. അത് വളരെ ലളിതമായിരുന്നു. അപ്പോ അവിടുത്തെ കാര്യസ്ഥന് ഇത് കണ്ടിട്ട് അയാള് മനസ്സിലായി, അതായത് വലിയ വലിയ മന്ത്രവാദികളൊക്കെ വന്ന് പരാജയപ്പെട്ടു പോയി. അപ്പോ ആ ഒരു സ്ഥലത്ത് ഈ നിസ്സാരമായ ഈ എഴുത്തച്ഛനാണോ ഓടിക്കാൻ പോകുന്നത്, അനുഭവിച്ചോ എന്ന് പറഞ്ഞ ഉള്ളില്. അങ്ങനെ ഇയാൾ പടിപ്പുര മാളികയിലെ ആ മാളികപ്പുറത്ത് ആ വീട്ടിലാണ് കാര്യസ്ഥൻ കിടക്കുന്നത്. അങ്ങനെ ഇത് രാത്രി ഒരു 7:30 നാഴിക ഇരുട്ടായപ്പോ ഈ അദ്ദേഹം വന്നു, മന്ത്രവാദം തുടങ്ങി. ആ സമയത്ത് അദ്ദേഹം അവിടെ ഉറങ്ങുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് രാത്രിയിൽ ആരോ വന്ന് അദ്ദേഹത്തിന് അടിക്കുന്ന പോലെ തന്നെ അടി നല്ല സ്ട്രോങ് ആയി. അടി വല്ലാതെ കിട്ടിയപ്പോൾ അദ്ദേഹം നേരെ എഴുത്തച്ഛന്റെ അടുത്ത് വന്നു. എഴുത്തച്ഛന്റെ അടുത്ത് വന്നപ്പോൾ എഴുത്തച്ഛൻ ചോദിച്ചു, എന്തെങ്കിലും എന്നെ കുറിച്ചോ മന്ത്രവാദത്തിനെ കുറിച്ചോ തെറ്റായി ചിന്തിക്കുക എന്തെങ്കിലും ഉണ്ടായോ ചോദിച്ചു. ഉടനെ കാര്യസ്ഥൻ അതിന് മറുപടി കൊടുത്തു, അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഇനി അവിടെ കിടക്കണ്ട, അവിടുന്ന് മാറിയിട്ട് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് മാറി. അങ്ങനെ മന്ത്രവാദം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അന്തർജന അകത്ത് നിന്ന് ഭയങ്കരമായിട്ട് ആക്രോശിച്ചുകൊണ്ട് പുറത്തേക്ക് ഊട്ടി വന്നു. ആ വരവ് കണ്ടപ്പോൾ തന്നെ എഴുത്തച്ഛന് മനസ്സിലായി, അതായത് എന്നെ തല്ലാൻ വേണ്ടി വരികയാണ് എന്ന് മനസ്സിലായി. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ എണീറ്റ് ഓടി. വീടിനെ ചുറ്റുമാണ് ഓടുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് തല്ലാനായിട്ട് ഈ അന്തർജനം പിന്നാലെ ഓടുകയാണ്. അങ്ങനെ 3 പ്രാവശ്യം ഓടിയപ്പോ 3ാമത്തെ പ്രാവശ്യം ഇദ്ദേഹം അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയ ഉടനെ തന്നെ ഈ എഴുത്തച്ഛന്റെ, അതായത് ഈ അന്തർജനം ഉറക്കെ വിളിക്കാൻ തുടങ്ങി, എന്നെ ഒറ്റക്കൊമ്പൻ കുത്താൻ വരുന്നേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ വീണുന്നതാണ്. അപ്പൊ വേഗം ഇദ്ദേഹം അങ്ങനെ കൊണ്ടുവന്നു, ഈ അന്തർജനത്തിനെ അവിടെ ഇരുത്തി അദ്ദേഹം ബാധ ഒഴിപ്പിച്ചു എന്നാണ് ഒരു ഐതിഹ്യം. ഒക്കെ ഐതിഹ്യമാണ്. പിന്നെ മറ്റൊന്ന്, വേറൊന്ന് പറയുന്നത്, നമ്മൾ ഈ പട്ടാമ്പിക്ക് അടുത്തുള്ള ഒരു സ്ഥലമുണ്ട്, മരുതൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഒരു പ്രഗത്ഭനായ ഒരു റിച്ച് ആയിട്ടുള്ള, അതായത് നല്ല ധനികനായ ഒരു മേനോ ഉണ്ടായിരുന്നു. അതായത് ചെള്ളാപ്പുള്ളി മേനോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ചെള്ളാപ്പുള്ളി എന്ന് പറയുന്ന വീട് അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വീട് അവിടെ കാണാനുണ്ട്. ചെള്ളാപ്പുള്ളി എന്നുള്ളത് ഞാൻ നോക്കിയപ്പോ കണ്ടില്ല. അതിൽ ഈ ശങ്കുണ്ണിയുടെ പുസ്തകത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ ഒരു 8 കെട്ടും മാളിക പഠിച്ചു. 8 കെട്ടിന്റെ. ഞാൻ ഈ സ്ഥലത്തേക്ക് ഒരു പോയി നോക്കിയിട്ടാ അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്നും കാണാനൊന്നുമില്ല. അപ്പൊ ഈ 8 കെട്ട് മാളിക അവിടെ നിർമ്മിച്ച് അദ്ദേഹത്തിന് ആ ദിവസത്തില് ഈ ഇത് വീട് പണിയുന്ന സമയത്ത് താൽക്കാലികമായിട്ട് നടുമുറ്റത്ത് ഒരു തൂണ് താങ്ങ് കൊടുത്തിരുന്നു. ആ താങ്ങ് കൊടുത്തിരുന്ന തൂണ് പണി കഴിഞ്ഞപ്പോ ഇളക്കി മാറ്റാൻ നോക്കുമ്പോൾ ഈ തൂണ് എടുത്തു കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അങ്ങനെ അവര് പലരും പഠിച്ച പണി 18 നോക്കിയിട്ട് ഈ തൂണ് ഇളക്കാനേ പറ്റുന്നില്ല. അങ്ങനെയാണ് അത്ര ഈ ഒരു സംഭവം എഴുത്തച്ഛന്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ എഴുത്തച്ഛൻ പറഞ്ഞു, ശരി, അദ്ദേഹം ഒന്ന് എന്തോ ഒരു ഗണിച്ച് അദ്ദേഹം പറഞ്ഞു, ഇതിനൊരു പരിഹാരം ഉണ്ട്, അതിനൊരു കാര്യം ചെയ്താൽ മതി. അതായത് 12 പറ മലരും 108 കൊട്ടത്തേങ്ങയും 3 തുലവും ശർക്കര, അതുപോലെ 1008 കദളിപ്പുഴം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് എന്നെ വിളിച്ചോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി ഇദ്ദേഹം അവിടെ ചെന്നു. ഒരു ചെറിയൊരു പൂജ പോലെ ഒന്ന് നടത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 3 നാഴിക ദൂരെയുള്ള ഈ ഭാരതപ്പുഴയിൽ, 3 നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പം മരുതൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇപ്പം ഭാരതപ്പുഴയിലേക്ക് 4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ ആ ദൂരത്ത് ഈ ഭാരതപ്പുഴയില് ഈ വലിയ തൂണ് വന്ന് വീഴുന്ന ശബ്ദം അവിടെ ഉള്ളവർക്ക് കേട്ടു എന്നാണ് ഒരു മന്ത്രവാദം. എങ്ങനെ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ അടുത്തത്, എഴുത്തച്ഛന്റെ പറമ്പില് സ്ഥിരമായിട്ട് കള്ളന്മാര് കയറാൻ തുടങ്ങി. ഈ കള്ളന്മാരെ ശല്യം ഇതാക്കാതെ എന്താ പറയാ, അത്രമാത്രം ശല്യം സഹിക്കാതെ വന്നപ്പോൾ അവിടെ ഉള്ളവർ പരാതി പറഞ്ഞു എഴുത്തച്ഛനോട്. അപ്പൊ എഴുത്തച്ഛൻ ശരി എന്ന് പറഞ്ഞു. ഒരു ദിവസം രാത്രി അവിടെ കടന്നപ്പോയി കള്ളന്മാർ സാധാരണ ചെയ്യുന്ന പോലെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അവര് നേരെ എഴുത്തച്ഛൻ കിടക്കുന്ന കട്ടിലിന്റെ മുകളിലാണ് കിടക്കുന്നത്, അവിടെ കൊണ്ടുവന്ന് ഈ സാധനങ്ങൾ വെച്ചു. അല്ല, അവര് ആരെയോ വെപ്പിക്കുകയാണ്. അതിനുശേഷം എഴുത്തച്ഛൻ കിടന്നിരുന്ന കട്ടില് ഈ കള്ളന്മാരെടുത്തിട്ട് വീടിന്റെ പുറത്തേക്ക് വന്ന് വീടിന് ഇങ്ങനെ പ്രദർശനം വെക്കാൻ തുടങ്ങി. ഇവർക്ക് നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ വെളുപ്പായപ്പോ, രാവിലെ ആയപ്പോഴേക്കും ഇവർ ഉറക്കെ വിളിക്കാൻ തുടങ്ങി, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ എഴുത്തച്ഛൻ വേഗം അവരോട് പറഞ്ഞു,
നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താ വേണ്ടത് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ മോഷ്ടിക്കേണ്ട ആവശ്യം, അപ്പോൾ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് മാത്രമല്ല അവർ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ അവർക്ക് കൊടുത്ത് ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യിച്ചിട്ട് വിട്ടു എന്നാണ് അതിൽ പറയുന്നത്. ഇനി അടുത്തതായിട്ട് വേറൊന്ന് പറയുന്നത്, ഒരു പാടത്ത് വീട്ടിൽ കേളുമേനോൻ എന്ന് പറഞ്ഞ അദ്ദേഹം എഴുത്തച്ഛനായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം വൈകിട്ടായി കഴിഞ്ഞാൽ രാത്രി കടന്ന് ഉറങ്ങാൻ എഴുത്തച്ഛന്റെ വീട്ടിലേക്കാണ് വരിക. അപ്പൊ ഇദ്ദേഹത്തിന് ഈ അന്നത്തെ കാലത്ത് ഒടിവിദ്യ നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. മാട്ടുവിദ്യ ഒടിവിദ്യ എന്ന് പറയും. അതായത് ഒടിവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈർക്കല എടുത്ത് അതിൽ കുറച്ച് ജപിച്ചിട്ട് അത് ഓടിച്ചിട്ട് കഴിഞ്ഞാൽ ആള് മരിക്കുന്നതാണ് ആ സങ്കല്പിക്കുന്ന ആള്. മാട്ടുവിദ്യ എന്ന് പറയുന്നത് കാള, പൂച്ച ഇങ്ങനെ ഒരു ഇതിന്റെ രൂപത്തിൽ വന്നിട്ട് ആളെ ആക്രമിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ലോജിക്കിന്റെ കാര്യം ചോദിക്കരുത് എന്നോട് കേട്ടോ. ഞാൻ ഐതിഹ്യത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞ, പുരാണമാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഈ ഇങ്ങനെ ആരോ ഇയാളുടെ ശത്രുക്കൾ ഇദ്ദേഹത്തിന് ഒടുവിദ്യ കൊടുത്ത് കൊല്ലാനുള്ള പരിപാടി ആസൂത്രണം ചെയ്ത ഇതായിരുന്നു അറിഞ്ഞു. അങ്ങനെ ഒരു ദിവസം എഴുത്തച്ഛന്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഈ കാള നിൽക്കുന്ന കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഒടിയനാണ് എന്ന്. അപ്പൊ ഉടനെ തന്നെ അദ്ദേഹം അവിടുന്ന് വഴി മാറി ഓടി എഴുത്തച്ഛന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, എന്നെ കുത്താൻ വരികയാണ്, താങ്കളുടെ സുഹൃത്താണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെന്നെ വെറുതെ വിടുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ എഴുത്തച്ഛൻ പുറത്തു വന്ന് കുറച്ച് ജപം നടത്തിയ ഉടനെ തന്നെ കുറച്ച് മന്ത്രം ഉരുവിട്ടപ്പോ ഈ ഒടിയന്മാരായിട്ടുള്ള ആളുകൾ വീട്ടിലേക്ക് വന്നു, എഴുത്തച്ഛന്റെ വീട്ടിലേക്ക്. അവർ 4 പേരുണ്ടായിരുന്നു. ഇവര് 4 പേര് വീടിന്റെ മുറ്റത്ത് കിടന്ന് പരസ്പരം അടിക്കാൻ തുടങ്ങി. അങ്ങനെ അടിച്ചിട്ട് എഴുത്തച്ഛൻ പറഞ്ഞു, നമ്മളെ ഇയാളെയും കൂട്ടിയിട്ട് ആളെ കൂട്ടുകാരനെയും കൂട്ടി ആ അകത്ത് പോയി അവിടെ പോയി കിടന്നുറങ്ങി. വെളിച്ചാവണ വരെ ഇവർ അടിച്ച് പരവശരായപ്പോ രാവിലെ ഉറക്ക രക്ഷിക്കണേ എന്ന് പറഞ്ഞ നിലവിളിക്ക് കഴിഞ്ഞപ്പോ എഴുത്തച്ഛൻ വന്ന് മേലാൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സത്യമൊക്കെ ചെയ്യിച്ചിട്ട് അവരെ ഒഴിവാക്കി എന്നാണ് മറ്റൊരു മന്ത്രവാദത്തിന്റെ കഥ. ഇനിയും വേറൊന്ന് പറയുന്നത്, ഈ മുതുതല പനമ്പറ്റക്കളത്തില് നായർ, അയാളെ വീട്ടിൽ പോയി ഒരു മന്ത്രവാദമൊക്കെ അദ്ദേഹം ചെയ്ത് തിരിച്ചു വരികയാണ് എഴുത്തച്ഛൻ. അപ്പൊ വരുന്ന വഴിക്ക് ഒരു കടമ്പ, അതായത് നമ്മൾ കൈലാങ്കുറ്റി പോലെ ഒരു സാധനം കണ്ടു. സാധാരണ അത് അവിടെ ഉണ്ടാവാറില്ല. അപ്പൊ അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലായി. ഉടനെ അദ്ദേഹം കത്തിയെടുത്ത് അരയിൽ വെച്ചിരുന്ന കത്തി എടുത്തിട്ട് ഈ കടമ്പയുടെ മുകളിലത്തെ ആ കമ്പ് അത് മുറിച്ച ഉടനെ തന്നെ അത് ഒരു ഒടിയനായിരുന്നു അത്രേ. അദ്ദേഹം വേറെ ആരും കൊല്ലാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആള് മാറിപ്പോയതാണ്, ഞാൻ താങ്കളെ അതായത് എഴുത്തച്ഛനെ കൊല്ലാൻ വേണ്ടി നിന്നതല്ല, എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് നീ വരാൽ ഈ ഭാഗത്ത് വരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോയിത്രേ. പിന്നെ എഴുത്തച്ഛന്റെ വീട്ടില് ഗണപതിയുടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറയില്ല. ഈ ഗണപതിയുടെ വിഗ്രഹം പൊന്നുകൊണ്ടുള്ളതാണ്. അപ്പൊ ഇത് കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ കാവൽക്കാരനായ ആള് രാത്രി കിടന്ന് ഉറങ്ങുകയാണ്. ആ കൂർക്കം വലി കേട്ടപ്പോ ഇവര് നന്നായി ഉറങ്ങുകയാണെന്നുള്ള രീതിയിൽ കള്ളനകത്തേക്ക് കയറിയപ്പോ കള്ളനെ ഈ കാവൽക്കാരൻ കിടന്നുറങ്ങുന്ന കാവൽക്കാരന് ആരോ അടിക്കുകയാണ്. അടിച്ച ഉടനെ തന്നെ കാവൽക്കാരൻ എഴുന്നേറ്റു എന്നാണ്. വിളിച്ചപ്പോഴേക്കും കള്ളന്മാര് ഓടിപ്പോയി എന്നാണ് അതിന്റെ വേറൊരു ഐതിഹ്യം പറയുന്നത്. പിന്നെ കൊച്ചിയില് ഒരു ഏരവമേനോനുണ്ട്. അദ്ദേഹം ഒരു വിഷവൈദ്യനാണ്, വളരെ പ്രശസ്തനായ വിഷവൈദ്യനാണ്. അദ്ദേഹം ഒരു ദിവസം എഴുത്തച്ഛന്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോ കുറച്ച് സ്ത്രീകൾ കാഴ്ചശീവേലി കാണാൻ വേണ്ടിയിട്ട് ആ വീടിന്റെ മുന്നിൽ കൂടെ പോവുകയാണ്. അപ്പൊ ഇദ്ദേഹം കളിയാക്കിയിട്ട് മേനോൻ ചോദിച്ചു ഇദ്ദേഹത്തിനോട്, എന്താ ഞങ്ങളൊക്കെ ആണെങ്കിൽ വിഷം കടിച്ചു കഴിഞ്ഞാൽ പാമ്പിനെ വരുത്തിയിട്ട് വിഷം ഇറക്കുകയാണ് പതിവ്, അതുപോലെ മനുഷ്യന്മാരെ വിളിച്ചു വരുത്താനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക് എഴുത്തച്ഛന്മാർക്ക് എന്ന് ചോദിച്ചു. കളിയാക്കാണെന്ന് മനസ്സിലായി. പറഞ്ഞത് എന്തായാലും തെറ്റാണ്, സ്ത്രീകളെ വിളിക്കുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമല്ലേ. എങ്കിലും ഇയാളുടെ സംശയം തീർക്കാൻ വേണ്ടി ഇദ്ദേഹം എന്തോ ഒരു മന്ത്രം ജപിച്ചപ്പോ ഈ പുറത്തു കൂടെ പോയിരുന്ന ഈ സ്ത്രീകളൊക്കെ പഴവടി വീട്ടിലേക്ക് കയറി വന്ന് നോക്കുമ്പോൾ അവര് എഴുത്തച്ഛന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ, ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ അവിടെ വന്ന് ചായയൊക്കെ കുടിച്ച് അവരെ സംസാരിച്ചതിന് ശേഷം പോയിക്കോളാൻ പറഞ്ഞു. പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു ഉപദേശം കൊടുത്തു, വഴി മാറി പോകണ്ട, നേരെ കാഴ്ചശീവേലി കണ്ടു വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അതാണ് മറ്റൊരു ഐതിഹ്യം പറയുന്നത്. പിന്നെ അതുപോലെ തിരുവിതാംകൂർ അവിടെ മഹാരാജാവിന്റെ വീട്ടില് അദ്ദേഹത്തെ അവിടെ കുറച്ച് മന്ത്രവാദത്തിന്റെ പരിപാടി ഉണ്ടായപ്പോ അതും ഇതാക്കിയത് ഇദ്ദേഹമാണ് ഒഴിവാക്കിയത്. പിന്നെ അതായത് 3 ദിവസത്തെ മന്ത്രവാദം നടത്തി എന്നാണ് പറയുന്നത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ അടുത്ത്.
ഇനി ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടൊരു കുഞ്ഞിനെ എഴുത്തച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രവാദിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു ശിഷ്യനായിരുന്നു കൃഷ്ണൻ എഴുത്തച്ഛൻ. അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു. മാക്കു എഴുത്തച്ഛനെ പോലെ തന്നെ പ്രഗത്ഭനായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിനെ എഴുത്തച്ഛന്റെ വീട്ടില്, അതായത് അവരൊരു വലിയ വീടൊക്കെ പണിത് ഒരു കിണർ ഇതാക്കിയപ്പോ കിണറിനൊരു പാലം ഇടണം. അതിന് വലിയൊരു കല്ലുണ്ട്. ആ കല്ല് 2-3 പറമ്പ് അകലെയാണ്. അത് അവിടുന്ന് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നല്ല വലിയ കല്ലാണ്. പക്ഷെ സാധാരണ ഇതിനകത്തെ കല്ല് സാധാരണ ആൾക്കാർ പിടിച്ചാൽ പോരുന്നതാണ്. പക്ഷെ ഇത് അനങ്ങുന്നില്ല. അങ്ങനെ കൃഷ്ണ എഴുത്തച്ഛനോട് പറഞ്ഞപ്പോൾ കൃഷ്ണ എഴുത്തച്ഛൻ അവിടെ ചെന്ന് എന്തോ ഒരു മന്ത്രം ജപിച്ചിട്ട് ഈ ഒരു മുളങ് അത് വടി കൊണ്ട് അതാണ് തൊട്ട ഉടനെ തന്നെ ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഇത് തൊട്ട ഉടനെ തന്നെ ഇനി പിടിച്ചോളാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് ഈ അനായാസം അവർക്ക് പൊക്കാൻ പറ്റി എന്നാണ് ഈ കൃഷ്ണ എഴുത്തച്ഛന്റെ മന്ത്രവാദത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ ഒന്ന് പറയുന്നത് കൃഷ്ണ എഴുത്തച്ഛന്റെ കാര്യം. ഒരു കല്യാണത്തിന് ആളുടെ വീട്ടിലേക്ക് കുറച്ച് കിണ്ടി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കിണ്ടി തികയാതെ വന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞത്ര കല്യാണത്തിന്റെ സമയത്ത് അത് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞത്ര. അങ്ങനെ അവര് വീട്ടിൽ നോക്കുമ്പോൾ ആ സാധനം അവിടെ ഉണ്ടായി എന്നാണ്. അതുപോലെ തന്നെ ഈ കൃഷ്ണ എഴുത്തച്ഛന് കാളകളോട് വലിയ താല്പര്യമായിരുന്നു. അപ്പൊ ഒരു ദിവസം കാള വേണം, 2 കാളകളെ, നല്ല മൂത്ത കാളകളെ കൊണ്ടുവന്ന് കന്ന് പൂട്ടുന്ന സമയത്ത് ഈ കാളകൾ കന്ന് പൂട്ടാൻ നിൽക്കാതെ നുകം വെച്ചുകൊണ്ട് നിലത്ത് കടന്നു. അവര് കടന്ന ഉടനെ ഇവര് കുറെ അടിച്ചു പിടിച്ചൊക്കെ നോക്കി ഇത് എഴുന്നേൽക്കുന്നില്ല. ഉടനെ തന്നെ അവര് കളിയാക്കാൻ തുടങ്ങി കൃഷ്ണ എഴുത്തച്ഛൻ അവിടെ വന്ന് കുറച്ച് പുല്ല് എടുത്തിട്ട് ഈ ഇതിന്റെ 2 കാളുടെയും പുറകിലായിട്ട് ഇങ്ങനെ അടിച്ചു കുറെ ഈ പുല്ലുകൊണ്ട് അടിച്ചതോട് കൂടിയിട്ട് ഈ കാളകൾ എഴുന്നേറ്റ് നടന്നു എന്നാണ്. അതുപോലെ തന്നെ ഈ ചെമ്പ്ര വാര്യത്ത്, അവിടെ ചെമ്പ്രയിൽ തന്നെയുള്ള ഒരു വാര്യരുണ്ട്. അദ്ദേഹത്തിന് ഇതേപോലെ എന്തോ ബാധ കയറിയിട്ട് അദ്ദേഹത്തിനെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ എഴുത്തച്ഛൻ അവിടെ ചെന്നു. അപ്പൊ അത് എന്ത് ചെയ്താലും വരുന്നില്ല, കളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ആളുകൾ ബലമായി പിടിച്ചു കൊണ്ടുപോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അമർന്ന് കിടന്നു എന്നാണ്. കിടന്നപ്പോൾ ഇദ്ദേഹം വേഗം കൃഷ്ണ എഴുത്തച്ഛൻ അവിടെ നിന്ന് ഒരു പൂവ് അരിയും ഇതും എടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ട് ഇട്ടാൽ മതി, തനിയെ വന്നോളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ ഇവരത് വാങ്ങിച്ച് അവിടെ കൊണ്ടിട്ടോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ കളത്തിൽ വന്നിരുന്നു എന്നാണ്. ഇദ്ദേഹം മന്ത്രവാദം ചെയ്ത് ഒഴിപ്പിച്ചു എന്നാണ് മറ്റൊരു ഐതിഹ്യം. അതുപോലെ തന്നെ മാക്കു എഴുത്തച്ഛന്റെ കാലത്ത് ഈ വീട്ടിലെ ചെമ്പ്രയുള്ള വീട്ടില് എല്ലാവിധ എന്താ പറയാ വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൃദംഗം ഉണ്ടായിരുന്നു, മറ്റുള്ള കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഭാഗവതമൊക്കെ വായിച്ചിരുന്നു എന്നാണ്. അപ്പൊ അവിടെ ഒരു ശ്രീകൃഷ്ണന്റെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന് ഇങ്ങനെ പൂജ നടത്തി അതിന് ഒരു ശക്തി വന്നു എന്നതാണ് വിശ്വാസം. അങ്ങനെ ആ രാത്രിക്ക് ചില ദിവ്യന്മാരൊക്കെ അവിടെ വന്നു പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരും ആ മാളികപ്പുറത്ത് അല്ലെങ്കിൽ ആ വീടിന്റെ മുകളിൽ താമസിച്ചിരുന്നില്ല എന്നാണ് ശങ്കുണ്ണിയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ വിശേഷങ്ങളുണ്ട് ഈ ചെമ്പ്ര എഴുത്തച്ഛന്മാരുടെ മന്ത്രവാദത്തിൽ. അവർ വളരെയധികം ഫേമസ് ആയിരുന്നു. ഇപ്പോഴും ചിലവരൊക്കെ മന്ത്രവാദം നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ഇതിന്റെ ആധികാരികത എന്നോട് ചോദിക്കരുത്. ഇതിന്റെ യുക്തി അല്ലെങ്കിൽ സയൻസ് ഒക്കെ ഉള്ള കാലത്ത് ഇത് ഉണ്ടോ ഉള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുരാണങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കിട്ടിയ അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇത് ഒരു കഥയായിട്ട് എടുത്താൽ മതി, എന്റർടൈനർ ആയിട്ട് എടുത്താൽ മതി. നമ്മൾ പറഞ്ഞില്ലേ സിനിമയൊക്കെ ഇത് തന്നെ. അപ്പൊ പുതിയൊരു വിഷയവുമായിട്ട് പുതിയ വിഷയം പറഞ്ഞാൽ അടുത്ത വീഡിയോ ചരിത്രമായിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ്. അപ്പൊ ഇതിൽ തെക്കുംകൂറ് രാജാക്കന്മാരുടെ യുദ്ധങ്ങളെ കുറിച്ചും മറ്റും ചോദിച്ചിരുന്നു. അപ്പൊ എന്തെങ്കിലും പുതിയ വിവരം കിട്ടുമ്പോൾ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊരു പരമ്പരയായിട്ട് ചെയ്യുക. അപ്പൊ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് ചരിത്രത്തിന്റെ വീഡിയോ നൽകുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി.